അനിൽ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിനിമ ചെയ്തു, അതിന്റെ ഫൈനൽ വർക്കിലാണ്. അത് എഴുതി സംവിധാനം ചെയ്തു സിനിമ. സിനിമയുടെ പേരെന്താണ്? സിനിമയുടെ പേര് കുഴി എന്നാണ്. ശരി, റിലീസായോ? റിലീസ് ആവാൻ പോകുന്നോ? ഇന്ന് അതിന്റെ കളറിങ് സ്റ്റാർട്ട് ചെയ്യുക. ആരൊക്കെയാണ് അതിലെ താരങ്ങള്? നാട്ടിലുള്ള കുറെ താരങ്ങളാണ് അതിലെ താരങ്ങള്. നമുക്കിവിടെ ഉള്ളവരെ നമ്മുടെ ഫ്ലോറിലുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. കുറെ പേര് നമുക്ക് ഡബ് ചെയ്ത് തന്ന് സഹായിച്ചിട്ടുണ്ട്. അല്ല, ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഉഗ്രൻ ശബ്ദോട്ടാ, മനോഹരമായിട്ടുള്ള ശബ്ദം അല്ലേ? ബേസിക്കലി ഞാൻ ഡബിങ് ആണ് ഇപ്പം. ഡബിങ് ആണ്, പരസ്യങ്ങൾ ഡബ് ചെയ്യലാണ് പ്രധാനമായിട്ടുള്ള ഒരു. അപ്പൊ ഒരു ആദ്യം എന്താണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ? ഞാൻ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ തുല്യത ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തുല്യരായിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോഹം കൂടിയാണ്, നമ്മുടെ എല്ലാവരുടെ മോഹമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനം എല്ലാവർക്കും തുല്യമായി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. ഇപ്പോൾ പാടശേഖരത്ത് നെല്ലിന് പകരം ഇപ്പോൾ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ എഴുതിയൊരു പാട്ട്, ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്തൊരു പാട്ടാണ്. അത് തന്നെ നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, നീ കണ്ടോ ഇന്നീ വയലേല. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, പണ്ടാണേലുണ്ടായിരുന്നന്നം ഇന്നുണ്ടാക്കുവാനാളില്ല ഈ പൊന്ന്. പണ്ടാണേലുണ്ടായിരുന്നന്നം ഇന്നുണ്ടാക്കുവാനാളില്ല ഈ പൊന്ന്, നീ കണ്ടോ ഇന്നീ വയലേല. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്. മണ്ണോടു ചേർന്നു മയങ്ങിയിട്ടുണ്ണാതെ കൊയ്തു മെതിച്ചത് വല്ലോരും തിന്ന് കൊഴുക്കുമ്പോഴിവരലയുന്നു. മണ്ണോടു ചേർന്നു മയങ്ങിയിട്ടുണ്ണാതെ കൊയ്തു മെതിച്ചത് വല്ലോരും തിന്ന് കൊഴുക്കുമ്പോഴിവരലയുന്നു. വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നും ഏറ്റുതളർന്നി വരുന്നില്ലിനി പാടവരമ്പത്തേക്ക് വരകലുന്നു. വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നും ഏറ്റുതളർന്നി വരുന്നില്ലിനി പാടവരമ്പത്തേക്ക് വരകലുന്നു. നീ കണ്ടോ ഇന്നീ വയലേല. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്, നീ കണ്ടോ ഇന്നീ വയലേല. അതിലുണ്ടേറെ നെല്ലിത് പുല്ല്.